അയലൂഷി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് KSUവിന്റെ മുഴുവൻ തണലിൽ വേണ്ട. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു സംസ്ഥാന കമ്മിറ്റി എന്തുകൊണ്ട് പ്രസിഡന്റ് വിളിച്ചു ചേർക്കുന്നില്ല? മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ടും. എനിക്കറിയില്ല, കാരണം കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും ഇന്നലെ പ്രതികരിച്ച AP അനിൽകുമാർ, മന്ത്രി റോജി M ജോൺ, അതുപോലെ തന്നെ മന്ത്രി K മുരളീധരൻ, ഇവരൊന്നും ഇത്തരത്തിലുള്ള സംസ്ഥാന പ്രസിഡന്റ് ആരോപണങ്ങളെ ഓൺ ചെയ്യുന്ന രീതിയിലല്ല സംസാരിച്ചത്. ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് എന്താണ്? KSUവിന് വിമർശനങ്ങൾ ഉന്നയിക്കാം, പക്ഷേ അത് പരിധി വിടരുത്. കാരണം എന്താണ്? ഇതിന്റെ മെറിറ്റ് അവർ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയെന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, തീർച്ചയായും തെറ്റ് കണ്ടാൽ തീർച്ചയായും പറയും. ഞങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനെതിരല്ല. പക്ഷേ ആ വിമർശനങ്ങളിൽ കാമ്പുണ്ടായിരിക്കണം, ക്രിയാത്മകമായ വിമർശനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു സംസ്ഥാന കമ്മിറ്റി എന്തുകൊണ്ട് പ്രസിഡന്റ് വിളിച്ചു ചേർക്കുന്നില്ല? ഏകപക്ഷീയമായി സംസ്ഥാന കമ്മിറ്റിയുടേതാണെന്ന് നിരന്തരം പറയുന്ന തരത്തിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഞങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട KSUവിന്റെ സംസ്ഥാന ഭാരവാഹികളാണ്. ഞാൻ സംഘടനാ ചുമതലയിലിരുന്ന ജനറൽ സെക്രട്ടറിയാണ്, മറ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഇവിടെയുണ്ട്. അപ്പോൾ പ്രസിഡന്റ് ഇത്തരം ഒരു വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ മിനിമം KSUവിന്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടെങ്കിലും കൂടിയാലോചന നടത്തി അവരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ തയ്യാറാവണ്ടേ? ഏതെങ്കിലും കേസുകളിൽ നിങ്ങൾക്ക് വേണ്ടി ആരോപണ വിധേയർ ഹാജരായിട്ടുണ്ടോ? ഈ ആരോപണ വിധേയർ അവർക്ക് എന്തെങ്കിലും കോൺഗ്രസ് പശ്ചാത്തലമുണ്ടോ? ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമല്ലേ ഇത്തരത്തിലുള്ള ഒരു ഗവൺമെന്റിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഇത്ര പരസ്യ പ്രതികരണത്തിന് പ്രസിഡന്റ് മുതിരേണ്ടത്? അപ്പോൾ ഒരു തരത്തിലുള്ള ആലോചനയും ഒരു തരത്തിലുള്ള ചിന്തയുമില്ലാതെ ഗവൺമെന്റിനെ കരിവാരി തേക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, സ്വാഭാവികമായി നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം നിരന്തരം മുഖ്യമന്ത്രി അടക്കം ഇതിൽ വ്യക്തത വരുത്തിയിട്ടും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു കേസ് നടത്തിയത് അറിയാത്ത ആളാണോ സംസ്ഥാന പ്രസിഡന്റ്? കേരള യൂണിവേഴ്സിറ്റിയിൽ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി അപ്പിയർ ചെയ്ത വക്കീലിനെ അന്വേഷിച്ചാൽ അറിയാത്ത ആളാണോ സംസ്ഥാന പ്രസിഡന്റ്? സിംജോയോ അല്ലെങ്കിൽ ഞങ്ങൾ സംസ്ഥാന ഭാരവാഹികളായിട്ടൊന്നും ഈ കാര്യം ചർച്ച ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ് സംസ്ഥാന പ്രസിഡന്റ്. അപ്പോൾ ഇത്തരത്തിലൊരു ചർച്ചയും ഇല്ലാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും നിരന്തരം വാർത്താമാധ്യമങ്ങളിലൂടെ KPCCക്ക് എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല? പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാരുമായി ഇതിൽ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ജിയോണയുമായി ബന്ധപ്പെട്ടും 2022 എൻ്റെ കയ്യിൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ലിസ്റ്റ് ഉണ്ട്. 2022 ജിയോണ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളാണ്. ഇനി ഇത്തരത്തിലൊരു ആക്ഷേപം ഉണ്ട് എന്നിരിക്കട്ടെ, KSUവിന് ആക്ഷേപം ഉണ്ടെങ്കിൽ അത് ആദ്യം ആ കൺസേൺ അറിയിക്കേണ്ടത് ആരെയാണ്? ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിനാണ് അറിയിക്കേണ്ടത്. നിങ്ങൾ കൊടുത്ത ലിസ്റ്റ് ശരിയല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളെ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പോഷക സംഘടനയുടെ ഭാഗമായ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. നാളിതുവരെയായിട്ടും ലോയേഴ്സ് കോൺഗ്രസിനെതിരെ എന്തുകൊണ്ട് ഈ വിമർശനം ഉന്നയിക്കുന്നവർ ശബ്ദിക്കുന്നില്ല? അപ്പോൾ അവർക്ക് ഒരേ ഒരു പ്രതിയെ ആവശ്യമുള്ളൂ. അവർക്ക് ഒരാളുടെ മേൽ മാത്രമേ കുറ്റം പാപഭാരം മുഴുവൻ ചുമത്താൻ താല്പര്യമുള്ളൂ. അത് കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രിയാണ്. ഇവിടെ KSUവിന്റെ പോരാട്ടങ്ങൾ ആരും കുറച്ചു കാണുന്നില്ല. ഞാനടക്കം നിൽക്കുന്ന ഈ മുഴുവൻ സഹപ്രവർത്തകരും തെരുവിൽ ചോര ചിന്തിയവരാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും ശ്രമഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷത്തിരുത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ജനകീയ ക്രിയാത്മക ഇടപെടലുകളാണ് കേരളത്തിൽ 102 സീറ്റിൽ കോൺഗ്രസിന് അധികാരത്തിൽ എത്തിച്ചത്. ഏകപക്ഷീയമായി അദ്ദേഹത്തെ മാത്രം ആക്രമിക്കുന്നത് കാണുമ്പോൾ ഒരേ വേദിയിലല്ല, ആ വിഷ്വൽ നമ്മളെല്ലാം കണ്ടതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത്തരം ഒരു വിഷയത്തിൽ കാണേണ്ടത് എവിടെ വെച്ചാണ്? എന്റെ ചോദ്യം അതാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ടും. വിഷ്വലിൽ നിന്ന് വ്യക്തമാണെന്ന് അത് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട കാര്യമാണ്. അദ്ദേഹം കണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിന് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമല്ല. അതെ, അയലൂഷി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് KSUവിന്റെ മുഴുവൻ തണലിൽ വേണ്ട.